Bye bye. Anjali is going to Abu Dhabi. Yes. എന്താണ് പറയാനുള്ളത്? All the best. All the best for you. ഹായ്, ഞാനങ്ങനെ ഫൈനലി അബുദാബി പോവാണ്. പെട്ടിയൊക്കെ കെട്ടി തന്നത് പാപ്പനാണ് കേട്ടോ. പാവം. അതിന് ശേഷം ഒരു മോർണിംഗ് 4 മണിയായപ്പോൾ എനിക്ക് ബോർഡിങ്ങിൻ്റെ സമയമായി. അങ്ങനെ എല്ലാവർക്കും കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, ഹഗ് ചെയ്തു. അമ്മക്ക് നൈസായിട്ട് കരഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും എൻ്റെ മനസ്സ് കല്ല് പോലെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി. അതിന് മുമ്പ് ആദ്യത്തിന് ലാസ്റ്റായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഫൈനലി എൻ്റെ സോളോ ട്രിപ്പ് സ്റ്റാർട്ടായി. എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല 15 മിനിറ്റ് ഒന്ന് ഫ്ലൈറ്റൊന്നും ലേറ്റ് ആയിരുന്നു. അപ്പോൾ ക്യാൻസൽ ആവുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം അവിടെ പോയി. ഫ്ലൈറ്റിൽ കയറുമ്പോൾ പ്രത്യേക രസമാണ്. ഞാൻ ഒരുപാട് വർഷം ട്രാവൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഫീല് വേറെയുണ്ട്. അത് ഗേൾസിന് മാത്രമേ റിലേറ്റ് ആവുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ദൂരത്തൊക്കെ പോയെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ദൂരത്ത് പോകുന്നത്. അബുദാബിയിൽ എത്തിയപ്പോൾ ഇത് ഫുൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. നടക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ എത്തിയപ്പോൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കൊച്ചി എനിക്ക് പിന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ അബുദാബി എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാല് കുത്തുന്നത്, അതിൻ്റേതായ ടെൻഷനും പെട്ടിയെടുക്കാനും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനും സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ സുട്ടുമണിനെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഗേൾ ഫ്രണ്ട് ആയിട്ട് എനിക്ക് പൂവും ചോക്ലേറ്റൊക്കെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മെയിൻ ആളായ നമ്മുടെ രമേശ് ഏട്ടൻ. അങ്ങനെ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ സിറ്റിയൊക്കെ കണ്ടു. ഇതെന്തോ പ്രത്യേകത ഉണ്ട്, പൈനാപ്പിൾ എന്തോ അങ്ങനെ എന്തോ പേരാണ്. അങ്ങനെ ഞാൻ മോർണിംഗ് എന്നെ കഴിച്ചത് ബിരിയാണിയാണ് ഗൈസ്. അതിനുശേഷം വീട്ടിലേക്ക് എല്ലാവരും ഫോണൊക്കെ വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെയും വിശന്നപ്പോൾ ബിരിയാണി പിന്നെയും കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ നിഖിലിനെ കാണുന്നത്. 4 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഫുഡ് വരുത്തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് ബീഫ് വലത്തിയതായിരുന്നു. അതാണ് മെയിൻ ടേസ്റ്റ്, അല്ലാണ്ട് വയറ്റുന്നതുകൊണ്ടൊന്നുമല്ല. അതിന് ചുമ്മാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു റൂമിൻ്റെ. അങ്ങനെ നല്ല റൂമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ സെൻറ്ററിൽ തന്നെയാണ്, അബുദാബി സിറ്റിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. ഈ ബിൽഡിങ്ങിനോട് പ്രത്യേകത ഉണ്ട്, കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൽ പലതവണ ഈ ബിൽഡിങ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെൽത്ത് പാഡും നല്ല സിറ്റിയാണ് കേട്ടോ, മോള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ചെറിയൊരു റൂം ടൂർ കാണിച്ചു തരാം. ഒരു സിംഗിൾ ബെഡും ഒരു 3 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡുണ്ട്. എനിക്കിവിടെ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് കബോർഡാണ്. വലിയ കബോർഡാണ്. എനിക്ക് എത്ര സാധനം വെക്കാവോ അത്രയും സാധനം വെക്കാം. എനിക്ക് കൊണ്ടുവന്ന സാധനം മൊത്തം ഒതുക്കി വെക്കാൻ പറ്റിയാണ്. കാരണം ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഈ കർണാടക, ഈ കിടക്കരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനെ എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ വലിയ ഭംഗിയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഇങ്ങനെ രസമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. രസമാണ്. എന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. നല്ല രസമാണ് കേട്ടോ. അതിന് ശേഷം നിഖിൽ ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ കൊണ്ടുവന്നത് എൻ്റെ ആയിത്തിരി ഫോട്ടോ. പിന്നെ കല്യാണ ഫോട്ടോൻ്റെ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എനിക്ക്. അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോട്ടോ. പിന്നെ റൂം കാണിച്ച സ്ഥിതിക്ക് ജസ്റ്റ് ഞങ്ങൾ വാഷ്റൂമും ബാത്റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബാത്ത് ടബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാത്ത് ടബ്. ഞാൻ ആകെ ഒരു വട്ടം ഞാൻ ബാത്ത് ടബിലൊക്കെ കുളിച്ചിട്ടുള്ളൂ. പോയി അതിന് ശേഷം നൈറ്റ് എനിക്ക് ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നിഖിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക. അവിടെ ചെന്നിട്ട് പാട്ടും ഡാൻസും പിന്നെ 2 ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു കമ്പനി ആയിരുന്നു. നൈറ്റ് നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു സിപ്പ് അടിച്ചുള്ളൂ, മോശമല്ലേ. ഫസ്റ്റ് ടൈം തന്നെ കഴിക്കും. പിന്നെ രമേശാറിൻ്റെ വക സീൻ പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അബുദാബി ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.